വളരെയധികം നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് വരാനായി പോകുന്നത്. പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമായിട്ട് ത്രികോണ പോരാട്ടങ്ങൾ നടക്കുന്ന നിരവധി സ്ഥലങ്ങൾ കേരളത്തിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിലെല്ലാവരും ഉറ്റുനോക്കുന്ന സ്ഥലങ്ങൾ ഉണ്ട് കേരളത്തിൽ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. തിരുവനന്തപുരത്ത് ഇത്തവണ എന്താണ് സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ, തലസ്ഥാന നഗരിയിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റം എന്താണ് എന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും പല രീതിയിലുള്ള ദേശീയ സർവേ റിസൾട്ടുകൾ, രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ, രാഷ്ട്രീയ സർവേ റിസൾട്ടുകൾ, കണക്കുകളൊക്കെ തന്നെ പുറത്തു വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്ന അട്ടിമറികൾ എന്തൊക്കെയാണ് എന്ന് തന്നെയാണ് നമ്മളിപ്പോൾ നോക്കാനായി പോകുന്നത്. തീർച്ചയായിട്ടും നമുക്ക് കണക്കുകൾ നോക്കേണ്ടത് അനിവാര്യമായിട്ടൊരു കാര്യം തന്നെയാണ്. അതും കേരളത്തിൽ എന്താണ് സംഭവിച്ച മാറ്റങ്ങൾ, അതോടൊപ്പം തന്നെ മുൻകാലങ്ങളിൽ തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് എന്ത് തരം അട്ടിമറികളൊക്കെയാണ് സംഭവിച്ചത്, എന്ത് ചായ്വായിരുന്നു തിരുവനന്തപുരംകാർക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ തിരുവനന്തപുരത്ത് സംഭവിക്കുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് വരുന്ന 2026 എന്ത് അട്ടിമറി സംഭവിക്കുമെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് 2011 മുതൽ കേരളത്തിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കേണ്ടത് നിലവിൽ അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിൽ 2011 തിരുവനന്തപുരത്ത് വിജയിച്ചിരിക്കുന്നത് കോൺഗ്രസ് ആയിരുന്നു. VS ശിവകുമാറാണ് വിജയിച്ചത്. 49,122 വോട്ടുകൾ അദ്ദേഹം നേടിയിട്ടുണ്ടായിരുന്നു. 45% വോട്ടുകളായിരുന്നു. അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് 43,770 വോട്ടുകളാണ് നേടിയത്, ഏകദേശം 40% വോട്ടുകൾ. എന്നാൽ BJPക്ക് അന്ന് നേടാൻ സാധിച്ചത് 11,519 വോട്ടുകളായിരുന്നു. 2011 10% വോട്ടുകൾ മാത്രമായിരുന്നു അന്ന് തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് നേടിയതെന്ന് പറയുന്നത്. ഇത് 2016 വരുമ്പോഴത്തേക്കും 2016 അവിടെ കോൺഗ്രസ് വിജയിക്കുകയായിരുന്നു. VS ശിവകുമാറായിരുന്നു അന്ന് വിജയിച്ചത്. 46,474 വോട്ടുകൾ നേടി, 36% വോട്ടുകൾ. അവിടെ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേടിയത് 35,569 വോട്ടുകളായിരുന്നു. ആൻ്റണി രാജു ആയിരുന്നു അവിടെ നിന്നത്. 28% അന്ന് വോട്ടുകൾ എന്ന് പറയുന്നത്. അവിടെ BJP ശ്രീശാന്ത് ആയിരുന്നു നിന്നത്. 34,764 വോട്ടുകൾ. അതായത് കുത്തനെ ഒരു വോട്ട് മുന്നേറ്റം അവിടെ BJP നടത്തിയിരുന്നു 2016 എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അവിടെ 2021 വരുമ്പോഴത്തേക്കും ഒരു അട്ടിമറി നടന്നു. അതായത് 2021 തിരുവനന്തപുരത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി MLA ഉണ്ടാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. അതായത് ആൻ്റണി രാജു MLA ആയി മാറി. 48,748 വോട്ടുകൾ നേടി വിജയിക്കുകയുണ്ടായി. 38% വോട്ടുകളായിരുന്നു. അവിടെ INC രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. VS ശിവകുമാർ 41,669 വോട്ടുകൾ, 32% വോട്ടുകൾ. BJPക്ക് കൃഷ്ണകുമാറായിരുന്നു. 34,996 വോട്ടുകളായിരുന്നു അന്ന് BJP അവിടെ നേടിയ വോട്ടുകൾ എന്ന് പറയുന്നത്. ഏകദേശം 28% വോട്ടുകളായിരുന്നു. ഇവിടെയാണ് 2026 സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്താണെന്ന് നോക്കാനായി പോകുന്നത്. തീർച്ചയായിട്ടും ഒഫീഷ്യലായിട്ട് സ്ഥാനാർത്ഥി നിർണയം നടന്നിട്ടില്ലെങ്കിൽ പോലും BJP, UDF, LDF തമ്മിൽ ഒരു ത്രികോണ പോരാട്ടം തന്നെ അവിടെ നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇത്തവണ ജയിക്കുന്നത് ആരായാലും ഭൂരിപക്ഷം വലിയ തോതിലൊന്നും ഉയരാനായിട്ടുള്ള സാധ്യതയില്ല. ഒരു ഇഞ്ചോടിഞ്ച് ടൈറ്റ് ഫൈറ്റ് തന്നെ തിരുവനന്തപുരത്ത് നടക്കാനായിട്ടുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. എന്നാൽ ആർക്കാണ് വിജയസാധ്യത കൂടുതൽ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിലവിലത്തെ സാഹചര്യത്തിൽ പ്രവചനാതീതമാണ് കാര്യങ്ങൾ. അവിടെ വരുന്ന സ്ഥാനാർത്ഥികൾ അതൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം സ്ഥാനാർത്ഥി നിർണയം തന്നെയായിരിക്കും വോട്ട് ഏത് രീതിയിൽ മറിയുമെന്ന് ആ ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ മാറാനായിട്ടുള്ള ഏറ്റവും വലിയൊരു സൂചന എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി നിർണയം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ അവിടെ ഒരു നേരിയ തോതിലുള്ള മുൻതൂക്കം കാണുന്നത് സർവേ റിസൾട്ട് പ്രകാരം, കണക്കുകൾ പ്രകാരം UDFനാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും. UDFന് ഒരു നേരിയ തോതിലുള്ള മുൻതൂക്കം കാണുന്നു. LDF പിന്നിൽ പോകുമെന്ന്, അതായത് LDFന് ആ സീറ്റ് നഷ്ടപ്പെടുമെന്ന് തന്നെയാണ് ഈ സർവേ റിസൾട്ട് പ്രകാരം പറയുന്നത്. BJP വോട്ട് മുന്നേറ്റം തിരുവനന്തപുരത്ത് നടത്തുമെന്നും പറയുന്നു. അതായത് ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമായി മാറുമെന്നും, LDFന് വോട്ടുകൾ കുറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി അവിടെ സീറ്റ് നഷ്ടപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. UDFന് നിലവിൽ നേരിയ തോതിലുള്ള സാധ്യത കാണുന്നു. BJPക്കും അവിടെ നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു അട്ടിമറി സാധ്യത കാണുന്നുണ്ട് എന്നുള്ളതും എടുത്തു പറയണം. പക്ഷേ അവിടുത്തെ സ്ഥാനാർത്ഥി നിർണയം അത് ഒഫീഷ്യലായിട്ട് വരുന്നതോടുകൂടി തന്നെ കാര്യങ്ങൾ മറിയാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, LDFനെ സംബന്ധിച്ചിടത്തോളം
നിലവിലത്തെ സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് ഒരു തിരിച്ചടി ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയാണ് സർവേ റിസൾട്ട് പ്രകാരം കാണുന്നത്. അതായത് വോട്ടുകൾ കുറയും. അതേസമയം BJPക്കും UDFനും വളരെ വലിയ തോതിൽ വോട്ടുകൾ ഉയരാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവരോട് ടൈറ്റ് ഫൈറ്റായിട്ട് കാര്യങ്ങൾ മാറാനും സാധ്യതയുണ്ട്. അവിടെ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമായി പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറും. നിലവിൽ നേരിയ തോതിൽ മുൻതൂക്കം UDFന് കാണുന്നുണ്ടെങ്കിൽ പോലും BJPയുടെ ഒരു അട്ടിമറി സാധ്യതയും അവിടെ തള്ളിക്കളയാൻ പറ്റാത്ത രീതിയിലോട്ട് കാര്യങ്ങൾ മാറുന്നു. LDFനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു തിരിച്ചടി നിലവിലത്തെ സാഹചര്യത്തിൽ ഉണ്ടാവാനായിട്ടുള്ള വളരെ വലിയ തോതിലുള്ള സാധ്യത കാണുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടത് അനിവാര്യം തന്നെയാണ്. എന്തൊക്കെ തന്നെയായാലും ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള കണക്കുകളിലെല്ലാം തന്നെയും തിരുവനന്തപുരം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം LDFന് അത്ര ശുഭകരമല്ല എന്ന് തന്നെയാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. പക്ഷേ ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ മാറുമെന്നും സംഭവം പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യതയും കാണുന്നുണ്ട്. പക്ഷേ ഇതൊരു സർവേ റിസൾട്ട് മാത്രമാണ്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഒരു റിയാലിറ്റി എന്താണ്, ജനങ്ങൾ വിധി എഴുതുന്ന ഒരു റിയാലിറ്റി എന്താണ് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യം തന്നെയാണ്. അത് LDFന് ചുരുങ്ങിയ നാളുകൾ കൊണ്ട് ഒരു അട്ടിമറി മുന്നേറ്റം നടത്താൻ സാധിക്കുമോ, ഒരു അപ്രതീക്ഷിത ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് അവിടെ ഒരു തരംഗമാക്കാൻ സാധിക്കുമോ, അതല്ല അവിടെ UDF BJP ഒരു അട്ടിമറി സ്ഥാനാർത്ഥിയെ അവിടെ കൊണ്ടുവന്ന് ഒരു വലിയ തോതിലുള്ള ഒരു അട്ടിമറി വിജയം നേടിയെടുക്കാനായിട്ടുള്ള തരത്തിലുള്ള കാര്യങ്ങളാക്കി മാറ്റുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യം തന്നെയാണ്. എന്തായാലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ വളരെ വലിയ തോതിലുള്ള അട്ടിമറി സാധ്യത നിലനിൽക്കുന്നുണ്ട്. അത് അനുകൂലവും പ്രതികൂലവുമായിട്ട് മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. LDFന് അത് പ്രതികൂലവും UDFനെ സംബന്ധിച്ചിടത്തോളം അത് അനുകൂല സാഹചര്യവും നിലവിലുണ്ട്. അതോടൊപ്പം തന്നെ ഒരു അട്ടിമറി സാധ്യത BJPയിലും കാണുന്നുണ്ട്. അവിടെ തീർച്ചയായിട്ടും ഒരു വലിയ തോതിലുള്ള ഒരു ത്രികോണ പോരാട്ടമായി കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തമാണ്.